ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മയോണൈസിന് ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ വീറ്റ് ബ്രെഡൊക്കെ എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് കുക്കുംബർ എടുത്തിട്ടുണ്ട്, ചെറുതാക്കിയിട്ട് ഈ കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, പക്ഷേ കുക്കുംബറിനെ പോലെ അല്ലല്ലോ, കുറച്ചുകൂടി ഹാർഡല്ലേ, അത് കാരണം ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ എളുപ്പമാകും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കാണുന്ന പോലെ റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു സാൻഡ്വിച്ചിലേക്ക് ഒരു ടൊമാറ്റോ ആണ് വെച്ചെടുക്കുന്നത്, അതായത് ഒരു പീസ് ടൊമാറ്റോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കാണ്, അതും ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. പിന്നെ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്. പിന്നെ ലേസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഫ്ലേവറിൽ ലേസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പൊട്ടാറ്റോ ചിപ്സും എടുക്കാം, ലേസ് തന്നെ വേണമെന്നില്ല. പിന്നെ സാൻഡ്വിച്ചിൽ ക്യാബേജിന് ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബറിലേക്ക് ഞാനൊരു ഹാഫ് ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകേണ്ട, വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ലെമൺ ജ്യൂസ് കൂടി പോകേണ്ട, ഞാനിവിടെ ഹാഫ് ലെമണാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ പോലും അത് മുഴുവൻ എടുത്തിട്ടില്ല, കുറച്ചൊന്ന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സാൻഡ്വിച്ചിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ മയോണൈസ് എടുത്തിട്ടുണ്ട്. ചീസ് ഞാൻ എടുക്കുന്നില്ല. അപ്പം ചില്ലി ഫ്ലേവറുള്ള മയോണൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മയോണൈസ് ആണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്ത് ആഡ് ചെയ്തെടുത്താലും മതി. അതാകുമ്പോൾ കുറഞ്ഞൊരു എരിവ് ഉണ്ടായിക്കോളും. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് പ്ലെയിൻ ആയിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ വീട്ടിലുള്ള മയോണൈസും വെച്ച് ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് തന്നെയാണ്. മുമ്പ് മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാനുള്ള ബ്രെഡ് എടുക്കാം. ഇതിലേക്ക് മയോണൈസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ ബ്രെഡൊക്കെ സൈഡ് കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാനിവിടെ സൈഡ് കട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് വെറുതെ കട്ട് ചെയ്ത് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ മയോണൈസ് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. മയോണൈസിലുള്ള ചില്ലിയുടെ ക്രഷ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എരിവ് അത്രയ്ക്ക് വേണ്ടാന്നുള്ളവർക്ക് പ്ലെയിൻ ആയിട്ടുള്ള മയോണൈസും യൂസ് ചെയ്യാം. ഞാനിവിടെ സാൻഡ്വിച്ച് ക്ലോസ് ചെയ്യാനുള്ള ബ്രെഡിലും മയോണൈസ് തന്നെയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. മയോണൈസ് കൂടുതൽ വേണ്ടാന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അതിന് പകരം കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കെച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുക്കുംബർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. ഓവറായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കേണ്ട, അത് കാരണം നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാനും കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള ടൊമാറ്റോയുടെ ഒരു പീസാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ക്യാപ്സിക്കം ഒഴിവാക്കിയിട്ട് പകരം ഒരു പീസ് ടൊമാറ്റോ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കേബേജ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇനി നമ്മളെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ചിപ്സ് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മയോണൈസ് കൂടുതൽ വേണ്ടാന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ക്ലോസ് ചെയ്യാനുള്ള ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് നമുക്കിനി ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള ജ്യൂസി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ്ങിന് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. മാത്രമല്ല ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.